ഒരു യോനിയുടെ ചുറ്റിനും കുറച്ച് കാലും കൈയും ഒരു തലയും വെച്ച് പഠിപ്പിക്കുന്നതാണ് പെണ്ണ് എന്ന് പഠിപ്പിക്കുന്നതുകൊണ്ടാണല്ലോ ഇത്ര വലിയ മാനം പോയെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് മാനമാണ് അവിടെ ഇരിക്കുന്നത്? പഴയ ബന്ധങ്ങളെന്ന് പറയുന്നത്, ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് പശുവിനോടുള്ള ബന്ധമാണ്, ആടിനോടുള്ള ബന്ധമാണ്, കോഴിയോടുള്ള ബന്ധമാണ്. സ്ത്രീയുടെ മുകളിൽ ലൈംഗിക ബന്ധത്തിന് അവകാശമുണ്ടെന്ന് വിചാരിച്ചിരുന്ന സമൂഹങ്ങളായിരുന്നു. കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് പ്രണയിക്കുന്നവർ തമ്മിലല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് ആൾ. അവരുണ്ടാക്കിയ നിയമമാണ് അതൊക്കെ. ഈ കലയിലും സാഹിത്യത്തിലൊക്കെ പ്രണയത്തെ പറ്റി ഇങ്ങനെ അത് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തവന്മാരുടെ കഥയാണ്. പ്രണയിച്ചിട്ടേ ഇല്ലാത്തവർ സ്വപ്നം കാണുന്ന സാധനം എഴുതി വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത പ്രണയം ഉണ്ടായത്. എന്നെ പോലെ എനിക്ക് എൻ്റെ കോപ്പി ഒരു 10 ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ 10 പേരെ പ്രണയിച്ചു കണിശ. ലൈംഗിക ബന്ധത്തിൽ നിരന്തരം ഏർപ്പെടാനായിട്ട് രൂപപ്പെട്ട ഒരു ജീവിയാണ് പുരുഷന്മാർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു സംശയമാണ്. ഈ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു, പക്ഷെ പിന്നീട് ഇപ്പോൾ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ആ ഒരു പ്രണയത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയുകയും ഇത് ചിലപ്പോൾ വേറൊരാളിലേക്ക് പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നു എല്ലാ ദിവസവും എല്ലാ കാലത്തും ഒരാളെ തന്നെ ചൂസ് ചെയ്യുമ്പോഴാണ് പ്രണയം, അപ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചൊരു ഗ്രേറ്റർ സോളാകും. കല്യാണമാണ്, പ്രണയമായ ഒരു ബന്ധമില്ല. ആ, കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് പ്രണയിക്കുന്നവർ തമ്മിലല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് ആൾ. അവരുണ്ടാക്കിയ നിയമമാണ് അതൊക്കെ. അല്ലാതെ ജനാധിപത്യപരത്തിലെ പൗരന്മാർ പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിയുന്നവർ ഇഷ്ടത്തോടെ കഴിയുന്നവരുടെ കാര്യം ഒന്നിച്ച് ജീവിക്കും, ഇഷ്ടമില്ലാത്തപ്പോൾ പിരിയും. അതിനെയാണ് കുടുംബ കോടതി ഉണ്ടാക്കിയത്. ജനാധിപത്യത്തിനകത്തെ ആണ് വിവാഹമോചനത്തിനുള്ള കോടതി ഉണ്ടാക്കി. പണ്ട് അങ്ങനെ ഇല്ല. വിവാഹമോചിത എന്ന് പറഞ്ഞൊരു വാക്കില്ലായിരുന്നു, വിധവയുണ്ടായിരുന്നു. വിവാഹമോചിതനും വിവാഹമോചിതയും എന്നൊക്കെ പറയുന്ന വാക്ക് ഇപ്പോൾ ഉണ്ടായതാണ്. അവർ വീണ്ടും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ല, വിധവകളായിട്ടിരിക്കുന്നവരുടെ ലോകം ഉണ്ടായിരുന്ന കാലത്ത് പറഞ്ഞിരുന്നതാണ് ആ മൂല്യമൊക്കെ. വിഭാര്യൻ എന്ന് പറഞ്ഞ വാക്ക് ഇയാൾ ഇപ്പോൾ എഴുതുന്നുണ്ടാവും. അങ്ങനെയാണ് വിധവയും. അതൊരു അവസ്ഥയല്ല. പക്ഷേ ഇപ്പോഴും വിധവാ പെൻഷൻ കൊടുക്കുന്ന ഒരു പ്രാകൃത രാജ്യമാണ്. കാരണം വരുമാന മാർഗം ഭർത്താക്കന്മാരാണെന്ന് വിചാരിക്കുന്ന സ്ത്രീകളെ ഉൽപ്പാദിപ്പിച്ചിരുന്നതാണ് പഴയകാല വിവാഹങ്ങൾ. അപ്പോൾ പറഞ്ഞിരുന്ന വരിക അതൊക്കെ. പ്രണയമായതിനൊരു ബന്ധമില്ല. ജീവിതകാലം മുഴുവൻ നീ എൻ്റെ അടിമയായിട്ട് എൻ്റെ കക്കൂസും എൻ്റെ അണ്ടർവെയറും കഴുകി തരാമെന്ന് പറയുന്ന കരാറാണ് പെണ്ണുമ്പിള ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോകാൻ നോക്കാത്തത്. അടിമപ്പണിയാണ്, വേശ്യാവൃത്തിയാണ് ഭാര്യമാരാകുക എന്ന് പറഞ്ഞാൽ. ഒരാളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വേശ്യയാകുക എന്നാണ്, വേറെ അർത്ഥമൊന്നുമില്ല. കൺജുഗൽ റൈറ്റ്സ് എന്നായിരുന്നു പണ്ട് പറയുന്നത്. പുരുഷന്മാർക്ക് അവകാശമുണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ. ഇതൊക്കെയാണ് നമ്മൾ ഇതാണ് ഈ പൗരബോധം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ ചോദ്യമൊക്കെ തന്നെ ഇയാൾ ചോദിക്കുന്നത്. അതുകൊണ്ട് വിവാഹമോചനം സാധ്യമല്ലാതിരുന്ന സമൂഹവും ഭർത്താവിന് സ്ത്രീയുടെ മുകളിൽ അവകാശം, ലൈംഗിക ബന്ധത്തിന് അവകാശമുണ്ടെന്നും വിചാരിച്ചിരുന്ന സമൂഹങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയ നിയമങ്ങളാണ് കൺജുഗൽ റൈറ്റ്സ് ഒക്കെ. അതൊന്നും ഇന്ന് ആ രാജ്യങ്ങളിലൊന്നുമില്ല, ജനാധിപത്യ രാജ്യങ്ങളിലില്ല. ജനാധിപത്യ പൗരന്മാരുടേതാണ് പ്രണയവും ഡേറ്റിങ്ങും ഒക്കെ. അല്ല, ഒരാളെ ഡേറ്റ് ചെയ്യുന്ന അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്ന് കണ്ടെത്തുന്നതിനാണ്, അല്ല അയാളുടെ കൂടെ എന്നേക്കായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല. ഇയാൾ കടയിൽ പോയി ഷർട്ട് തിരഞ്ഞാൽ ഉടനെ ആ മുഴുവൻ മേടിച്ചിട്ട് എവിടെ നിന്ന് ഇറങ്ങാനൊക്കത്തുള്ളൂ പറയുന്നതല്ല ഈ പറയുന്നു. അതെടുത്ത് നോക്കിപ്പോയി, അത് കാരണം ഇത് മേടിക്കണം എന്ന് അങ്ങനെയാണോ അത് ചെയ്യുന്നത്? പണ്ടങ്ങനെയല്ല. വീട്ടുകാർ മേടിച്ച് തരുന്നൊരു ഷർട്ടേ നമ്മൾ ഇടത്തുള്ളായിരുന്നു, ചോയ്സൊന്നും ഇല്ല. എൻ്റെ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബെയിൽ തുണി ഇങ്ങനെ മേടിച്ചിട്ട് 4 പുരുഷന്മാർ 4 ഒരുപോലെ ഷർട്ട് അടിച്ചിങ്ങി തരും. ഒരേ തുണി വെച്ച് അടിച്ചിങ്ങി തരിക ചെയ്യുന്നത്. അത് ഇടാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ചോയ്സൊന്നും ഇല്ല. അങ്ങനെ ഇരുന്ന സമൂഹത്തിനകത്താണ് ഇണകൾ
വ്യത്യസ്തമായ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ അവർ തിരഞ്ഞെടുക്കുന്ന ലോകം ഉണ്ടായത്. ആ തിരഞ്ഞെടുക്കുമ്പം ഒരാളെ പരിചയപ്പെടണ്ടേ, പരിചയപ്പെടുന്ന സമയത്തിനുള്ള അതിനെയാണ് ഡേറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ പരിചയപ്പെട്ട് ശരിയല്ല എന്ന് തോന്നിയാൽ അവരെ വിടേണ്ടതുണ്ട്. നമ്മൾ ഷർട്ട് മേടിക്കാൻ പോകുമ്പോൾ അവിടെ അതിനകത്ത് കയറി ഇട്ട് നോക്കത്തില്ലേ, അതുപോലെയാണ് ഈ പ്രണയിക്കുന്നത്. ഇട്ട് നോക്കുമ്പോൾ ശരിയാകത്തില്ല, വയറ് ഇവിടെ ബട്ടൺസ് എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കും. അല്ല അത് ഇട്ടത് കാരണം കൊണ്ട് നിങ്ങൾ കണിശമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വിടാൻ പറ്റത്തില്ല എന്ന് പറയാറുണ്ടോ? അങ്ങനെ അല്ലത്. ഇതാണ് ചോയ്സുള്ള ലോകം ഉണ്ടായത്. പരിചയപ്പെടുക, അറിയും വേണ്ടതുണ്ട്, ഇട്ട് നോക്കേണ്ടതുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താ പ്രശ്നം? തേഞ്ഞു പോവോ? എന്താ സംഭവിക്കുന്നത്? കുട്ടി ഉണ്ടാക്കാതെ നോക്കണമെന്നുള്ളതേ ഉള്ളൂ. അതിനാണ് കോണ്ടം പഠിപ്പിക്കുന്നത്, അതിനാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇണയെ തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെയാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമുക്ക് പറ്റിയ ആളാണോ അല്ലയോ എന്ന് അറിയാനാണ്. അല്ല വല്ലവനും ഭാര്യയാകുകയും എൻ്റെ കൊച്ചിനെ പെറുക എന്ന് പറയുന്ന യുക്തി നിൽക്കുന്നിടത്താണ് ചാരിത്ര്യമൊക്കെ ഉള്ളത്. എന്താ പുരുഷന് ചാരിത്ര്യം ഇല്ലേ? പറ, പുരുഷ ചാരിത്രവാദൻ എന്ന് പറഞ്ഞ വാക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ഭാര്യമാർക്കുള്ളതാണ് അതൊക്കെ, ഇണകൾക്കുള്ളതല്ല, പ്രണയിക്കുന്നവർക്കുള്ളതല്ല. പശുവിനെ പോലെ വാങ്ങുന്നത്, പെണ്ണ് കാണപ്പെടുന്നതിന് നിന്നു കൊടുക്കുന്ന ശരീരമാണ് ഞാൻ, എനിക്കൊരു വ്യക്തിത്വം ഇല്ലെന്ന് പറയുന്ന ഭാര്യമാരുടെ പെണ്ണ് കാണൽ സ്ഥലത്താണ് ഇയാൾ ഈ പറയുന്നതൊക്കെ ഉള്ളത്. തെരഞ്ഞെടുപ്പുമായിട്ട് അതിനൊരു ബന്ധമില്ല. മൈത്രൻ, ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ടൊരു യുവാവ് പ്രണയത്തിൽ ആയിരിക്കുന്നു. അയാൾക്ക് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് ഒരു പെൺകുട്ടിയോട് വല്ലാത്തൊരു ആകർഷണം തോന്നുന്നു. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് ആ പെൺകുട്ടിയെ ചതിയായി വ്യാഖ്യാനിക്കില്ല? അതൊക്കെ ഈ ചതി എന്നൊക്കെ പറയുന്ന ഈ പഴയ ഭാഷയാണോ? വിവാഹം കഴിക്കാവോ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ആർഗ്യുമെന്റ്സ് ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ്. ആധുനിക മനുഷ്യരായിട്ടില്ല എന്ന് പറഞ്ഞാൽ പൗരബോധമുള്ള മനുഷ്യരാകുകയാണെങ്കിൽ ഒരു ചതിയും അതിലില്ല. ശരിയല്ല എന്ന് തോന്നിയാൽ പിരിയാം. ഇത് എൻ്റെ എന്തോ സാധനം അടിച്ചോണ്ട് പോയെന്ന് വിചാരിക്കുന്ന പെണ്ണായിട്ടിരിക്കുന്നുണ്ടല്ലേ. ചാരിത്ര്യം, എൻ്റെ ചാരിത്ര്യം കവർന്നു എന്നൊക്കെയാണ് പണ്ട് പഠിപ്പിച്ചിരുന്നേ. അങ്ങനെ അവരുടെ കയ്യിലിരിക്കുന്ന സാധനമൊന്നും അല്ലത്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ അവരുടെ യോനിയാണ് അവരെന്നാണ് ഈ ആളുകൾ പഠിപ്പിക്കുന്നത്. ഒരു യോനിയുടെ ചുറ്റിനും കുറച്ച് കാലും കൈയും ഒരു തലയും വെച്ച് പഠിപ്പിക്കുന്നതാണ് പെണ്ണ് എന്ന് പഠിപ്പിക്കുന്നതുകൊണ്ടാണല്ലോ ഇത്ര വലിയ മാനം പോയെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് മാനമാണ് അവിടെ ഇരിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ ഈ വിഷയം അറിഞ്ഞുകൂടാതെ ആളുകൾ മിണ്ടുന്നതുകൊണ്ടാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗർഭം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന്, ആ ഗർഭം ഉണ്ടാകാതെ നോക്കണമെന്ന് പഠിപ്പിച്ചിരിക്കുന്നതാണ് ജനാധിപത്യപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ലൈംഗിക ബന്ധങ്ങളിലെ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് പഠിപ്പിക്കുന്നതിനാണ് ലൈംഗിക വിദ്യാഭ്യാസം. ഇത് ക്ലാസ് റൂമിൽ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. ഈ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനം പരസ്പര വിശ്വാസമാണെന്നൊക്കെ പറയുന്നത്. ഇത് ഈ പരസ്പര വിശ്വാസം ഉണ്ടാകുന്നത് സ്നേഹബന്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റേതല്ല, ഭാര്യമാർക്ക് ഒരു സ്നേഹബന്ധവും അല്ലത്, പശുവും മുതലാളിയും തമ്മിലുള്ള ബന്ധമാണ്. പശു ബന്ധമാണ്. പശുക്കളെ നമ്മൾ അഴിച്ചു വിട്ടാൽ തിരിച്ചവിടെ വരും. ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് വരുന്നതെന്നാണല്ലോ സങ്കല്പം. ഏതെങ്കിലും കുഞ്ഞാടിന് ആട്ടിടയന് ആടുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണോ? പുല്ല് കൊടുക്കത്തില്ലേ, വെള്ളം കൊടുക്കത്തില്ലേ? പക്ഷെ ആട്ടിടയക്കാരന് പാല് മോട്ടിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ ആടിനോട് പ്രണയം ഉണ്ടായിട്ടല്ല. പഴയ ബന്ധങ്ങളെന്ന് പറയുന്നത്, ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് പശുവിനോടുള്ള ബന്ധമാണ്, ആടിനോടുള്ള ബന്ധമാണ്, കോഴിയോടുള്ള ബന്ധമാണ്. അതല്ല നമ്മൾ പറയുന്നത്. തുല്യരായ പൗരർ തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഇഷ്ടമാണ് അതിൻ്റെ അടിസ്ഥാനം. ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ട. പക്ഷെ ഇപ്പോൾ പുതിയ കാലത്ത് ഇപ്പോൾ ഒരാൾക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയം ഉണ്ടായിട്ട് അയാൾക്ക് തന്നെ വേറെ പെൺകുട്ടിയോട് പ്രണയം ഉണ്ടാകുമ്പോൾ അയാൾ ലോയൽ അല്ലാത്തൊരു മനുഷ്യനാണെന്നൊക്കെ പൊതുവെ പറയില്ല. ആ പറയുന്നതൊക്കെ പഴയ മൂല്യമായി പറയുന്നത്. അയാൾ ലോയൽ അല്ലെന്നുണ്ടെങ്കിൽ അവൾ ഉപേക്ഷിച്ചാൽ മതി. രണ്ടുപേര് തമ്മിൽ കരാറ് ഭേദിക്കുന്നതിനെ പറ്റി അയാൾ പറയുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ഈ സമയത്ത് ഇവിടെ മീറ്റിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാതിരിക്കുന്നതാണ് കരാറ്, തെറ്റാണ്, ആ കരാറ് ലംഘനമാണ്. ഇങ്ങനൊരു കരാർ അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്. വേറെ ഒരാളുമായി ഞാൻ ബന്ധം ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്ന കരാറാണ് അവരുണ്ടാക്കേണ്ടത്. അപ്പോൾ ആ കരാറ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചോട്ട് തെറ്റാണ്. ഒരു രേഖ പോലെ കരാറ്,
രേഖ എഴുതി വെക്കുന്നതുകൊണ്ട് മാത്രമല്ല, പരസ്പരം പരസ്പരം അത് പറയേണ്ടതുണ്ട്. ആ ആ ഞാനുമായി നീ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ ആൾക്കാരുമായി ബന്ധം ഉണ്ടാക്കരുതെന്ന് പറയുന്നത് സമ്മതിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ കരാറിൽ എങ്ങനെയാ? ആ ഓക്കെ ഓക്കെ. മറ്റേതെങ്ങനെയല്ല, അസംഷനാണ്, അസ്യൂം ചെയ്യുക ചെയ്യുന്നത്. ഒരാൾ 5 പേരെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവർ, ശ്രീരാമൻ്റെ അച്ഛൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു? 3. അപ്പോൾ 3 കല്യാണം കഴിക്കാവുന്ന സ്ഥലത്താണല്ലോ സീതയും രാമനും കൂടെ പിന്നെ ഒരാൾ മതിയെന്ന് തീരുമാനിക്കുന്നത്. അവരവരുടെ തീരുമാനം മാത്രമല്ലേ. അപ്പോൾ 3 പേരെ കല്യാണം കഴിച്ചവൻ കഴുതയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ശ്രീരാമൻ്റെ അച്ഛൻ ഇത്ര കൊള്ളാവുന്ന ആളായിട്ട് മാറുന്നത്? ശ്രീരാമനെ പോലെ ഒരുത്തിനെ ഉണ്ടാക്കാൻ പറ്റുമോ? കരാറ് മാത്രമാണ്. കരാറിൽ എങ്ങനെയാണോ ഇയാൾ ചോദിക്കുന്നത് അത് എഗ്രി ചെയ്യും. 2 പേര് തമ്മിൽ കരാറുണ്ടാക്കുകയാണ്, വേറെ ആരുമായും നമ്മൾ ബന്ധമുള്ളപ്പോൾ ഉണ്ടാക്കുന്നില്ല, ആ കരാറ് ലംഘിച്ചുകൂടാ. ശരിയാ. മൈത്രേനെ അങ്ങനെ കരാറുണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ജയശ്രീയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് വേറെ ആൾക്കാരുമായി ബന്ധം ഉണ്ടാക്കാമെന്നുള്ള കരാറാണ് ഉണ്ടാക്കിയത്. ഓ, അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്. അത് വാക്കാൽ പറയുമായിരുന്നു. ഞങ്ങൾ വാക്കാൽ പറഞ്ഞിട്ടുള്ളതാണ്. ബന്ധങ്ങളുണ്ട്. അതേ സമയത്ത് ഞാൻ ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. അത് ബന്ധം ഉണ്ടാക്കിയാൽ കുട്ടിയെ നോക്കാൻ പറ്റത്തില്ലെന്ന് എൻ്റെ തിരിച്ചറിവുണ്ടായിരുന്നു. ഓക്കെ. നമ്മൾ പല കുട്ടികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കുട്ടിയെ നോക്കാൻ പറ്റത്തില്ല. പല ബന്ധം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഒരാൾ തിരുവനന്തപുരത്താണ്, മറ്റൊരാൾ തൃശ്ശൂരാണ്, ഞാൻ എവിടെ ഇരിക്കും? അപ്പോൾ പിന്നെ ഒരാളുടെ കൂടെ എല്ലാവരും കഴിയേണ്ടി വരും. അപ്പോൾ അത് ആ കരാറാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ബന്ധം ഒരു സമയത്തുണ്ടാകുമ്പോൾ ഒരേ സമയത്ത് 2 പേർക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കള്ളം പറയാൻ ബാധ്യതയില്ല. കള്ളം പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും പിന്നെ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരായി മാറും. അതേസമയത്ത് പരസ്യമായിട്ട് പറയേണ്ടതുണ്ട്. എനിക്ക് നേരമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ തന്നെ വേറൊരാളുമായി ബന്ധം ഉണ്ടാകുന്ന ആളാണ് ഞാൻ. ആ കരാറിനകത്ത് മാത്രമാണെങ്കിലേ നമ്മൾ തമ്മിൽ യോജിക്കാൻ തുടരേണ്ട കാര്യമുള്ളൂ, ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ അങ്ങനത്തെ കരാറാണ് ഉണ്ടാക്കിയിരുന്നത്. ജയശ്രീ വേറൊരാളെ പ്രണയിച്ച് നേരിച്ച് ഒന്നും സംഭവിക്കത്തില്ല. ജയശ്രീക്ക് അവകാശമുണ്ട്. കുട്ടിയെ നോക്കാനായിട്ട് പോകുന്ന പുരുഷന്മാർ സാധാരണഗതിയിൽ കുട്ടിയെ നോക്കാറില്ല. അമ്മമാരാണ് കുട്ടിയെ നോക്കുന്നത്. കുട്ടിയെ നോക്കാനായിട്ടും ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാക്കുമ്പോൾ വേറൊരു പ്രണയം ഉണ്ടായാൽ ഇത് രണ്ടും നടക്കത്തില്ല എന്നറിയുന്നതുകൊണ്ടാണ് നമ്മളത് മാറ്റി വയ്ക്കുന്നത്. ഒരേ സമയം 2 കസേരയിൽ ഇരിക്കാൻ കഴിയത്തില്ലെന്ന് അറിയുന്നതുകൊണ്ടും ഒരു കസേരയിൽ ഇരിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. തെറ്റായതുകൊണ്ടല്ല, കഴിയാത്തതുകൊണ്ട്. ഇത്രയാണ് വ്യത്യാസമായിട്ട് അറിയേണ്ടത്. കരാറ് നമുക്കുണ്ടാക്കാം, അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം 2 കസേരയിലുള്ള സമയത്ത് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് അറിയുന്നതുകൊണ്ട്. എന്നെപ്പോലെ എനിക്ക് എൻ്റെ കോപ്പി ഒരു 10 ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ 10 പേരെ പ്രണയിച്ചേനെ, കണിശ. പക്ഷെ നമുക്ക് എപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ഒരാളുമായിട്ടുള്ള പ്രണയം പോയി കഴിഞ്ഞാൽ വേറൊരാളുമായിട്ട് പ്രണയം ആരംഭിക്കാൻ പറ്റും. സീരിയൽ മോണോഗമിയാണ് ഫിസിബിളായിട്ടുള്ളത്, നമ്മുടെ ചെയ്യാൻ പറ്റുന്നത്. ഒരു കസേരയിൽ ഇരുന്ന് മതിയായി കഴിയുമ്പോൾ വേറൊരു കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെ അത് ചെയ്യാൻ പറ്റും. അത് തെറ്റൊന്നും ആകില്ല. 2 ആളുകൾ തമ്മിലുള്ള ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു വികാരമാണ് പവിത്രം എന്നുള്ള വാക്കൊക്കെ ഇത്രയാണ്. അതൊരു പഴഞ്ചൻ യൂസ്ലെസ് ആയിട്ടുള്ള വാക്കുകളായി പവിത്രം എന്നൊക്കെ പറയും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അറപ്പുള്ള മനുഷ്യരെ ഉണ്ടാക്കിയത്, മറ്റുള്ളവരെ വെറുക്കാനായിട്ടുള്ള. ചില സ്ഥലം പവിത്രമാണ് എന്ന് പഠിപ്പിക്കുന്നത് വഴി കക്കൂസ് മോശമായി പോയത് അങ്ങനെയാണ്. അല്ലാതെ ഒരേ പെരയ്ക്കകത്തുണ്ടാക്കുന്നതാണ് നിങ്ങളുടെ ഈ പൂജാമുറിയും ഈ കക്കൂസും. 2 ആവശ്യങ്ങൾക്കുണ്ടായി എന്നുള്ളതല്ല, ഒന്ന് പ്രധാനപ്പെട്ട ഒന്നുമല്ല. അമ്പലം പവിത്രമൊന്നും അല്ലടോ. ഇങ്ങനെ ആളുകൾ ഈ പവിത്രത ഇതുപോലുള്ള സാധനങ്ങളെന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നത് വഴിയാണ് ഈ ദുരിതം മുഴുവൻ നമുക്കുണ്ടായിട്ടുള്ളത്. ഓരോ കാര്യത്തിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പവിത്രതയെ ഇതിനകത്തൊന്നുമില്ല. അതുകൊണ്ട് പവിത്രം എന്ന് പറയുന്നതാണ് ഏറ്റവും മോശപ്പെട്ട, ഒരാളെ അപമാനിക്കാൻ കൊള്ളാവുന്ന വാക്ക്. ഞാൻ നിന്നെ പവിത്രമായി കാണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനുഷ്യനായി നമുക്ക് പെരുമാറാൻ പോലും പറ്റത്തില്ല. ശരി. ഈ പ്രണയത്തിൽ നിങ്ങളെ ഞാൻ പൂജിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല, വിഗ്രഹമായി അവിടെ ഇരിക്കേണ്ടി വരും. ഈ പ്രണയത്തിന് ഏറ്റവും മൂല്യമുള്ള ഒരു ബന്ധമായിട്ടും അത് തന്നെയാണോ? അതല്ല ഈ പഴഞ്ചൻ കാര്യങ്ങളായി ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, എൻ്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ.
പ്രണയത്തിന് ഭയങ്കര മൂല്യമുള്ള ഒരു കാര്യമായിട്ട് പറയുമ്പോഴും പൊതുവിൽ ഇപ്പം ആധുനിക മനുഷ്യർ പറയുന്ന ഒരു കാര്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് പ്രണയം സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ജീവിതം, അത്രേ ഉള്ളു. നിങ്ങൾ ജീവിച്ചിരിക്കുകയും ജീവിതം തുടരുകയും തുടരുന്നതിനുള്ള മെക്കാനിസമാണ് എണ്ണ ചേരുക എന്ന് പറയുന്നത്. അതിൽ കവിഞ്ഞൊന്നും അതിന് യാതൊരു മൂല്യമില്ല, വേറെ ഒന്നുമില്ല അതിനകത്ത്. ജീവൻ തുടരുന്നതിനുള്ളൊരു മെക്കാനിസമാണ് രണ്ടുപേര് ചേർന്ന് കുഞ്ഞിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ബാക്ടീരിയയ്ക്ക് പ്രണയിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഒറ്റയ്ക്ക് രണ്ടാകുക കാര്യം. ഒരു കരാറ് അതിനെ ഏർപ്പെടേണ്ട കാര്യം നമുക്ക് വേണ്ടി വരും, രണ്ടുപേരുള്ളത് കൊണ്ട്. അപ്പോഴാണ് നെഗോഷിയേഷൻ ആവശ്യമായിട്ട് വരുന്നത്, ഇഷ്ടങ്ങൾ വേണ്ടി വരുന്നത്. ഇതെല്ലാം രണ്ടുപേരുള്ളത് കൊണ്ട്. രണ്ടുപേരില്ലാതാക്കുന്നതാണ് ഈ വിവാഹങ്ങളെന്ന് പറയുന്നത്. ഒരാളുടെ എക്സ്റ്റൻഷനായിട്ട് മറ്റുള്ളവരെ മാറ്റിയതാണ് പഴയ കാലത്തുള്ളത്. അച്ഛൻ്റെ മക്കളും, അതുകൊണ്ടാണ് അച്ഛൻ്റെ പേരുമൊക്കെ ഇടുന്നത്. ഭാര്യ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അമൂല്യമൊന്നുമല്ല. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ബന്ധമാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുഞ്ഞാട് ആടിൻ്റെ ലോകമാണ്, പശുവിൻ്റെ ലോകമാണ്. അനുസരണയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ കലയിലും സാഹിത്യത്തിലൊക്കെ പ്രണയത്തെ പറ്റി ഇങ്ങനെ അത് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തവന്മാരുടെ കഥയാണ്. പ്രണയിച്ചിട്ടേ ഇല്ലാത്തവർ സ്വപ്നം കാണുന്ന സാധനം എഴുതി വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത പ്രണയം ഉണ്ടായത്. ആശാനൊക്കെ എഴുതിയിട്ടില്ലേ, മാംസനിബദ്ധമല്ല എന്ന് പറയുന്ന ആ സാധനം പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടിയുണ്ടാകും, കുട്ടിയുണ്ടായാൽ ഉത്തരവാദിത്വം വരും. അപ്പോൾ വ്യക്തിഗതമായ ഉത്തരവാദിത്വം മാത്രമല്ല, ജാതിയും മതവും അനുസരിച്ചിട്ട് വേർതിരിഞ്ഞ് നിൽക്കുന്നവർ തമ്മിൽ രഹസ്യ ബന്ധങ്ങളെ സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് മനോരഥങ്ങളിൽ, സ്വപ്നങ്ങളിൽ മാത്രമാണ് അവരുടെ ബന്ധങ്ങളല്ല. ഇതുകൊണ്ടാണ് ഗന്ധർവന്മാരെയൊക്കെ പ്രണയിച്ചിരുന്നത്, ദൈവത്തിനെയൊക്കെ പ്രണയിച്ചിരുന്നത്. ആൾക്കാർക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു പ്രണയവും അനുവദിക്കാത്ത വളരെ ഭീകരമായ സമൂഹത്തിൻ്റെ അകത്തെ സ്വപ്നങ്ങളുടെ ലോകത്തിനെ പറ്റി അയാൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബോംബെ സിനിമയൊക്കെ കണ്ടാൽ നിറച്ച് പ്രണയമാണ്. വടക്കേന്ത്യ പോയി ഒന്ന് പ്രണയിച്ചാൽ മതി, തല്ലിക്കൊല്ലും. അങ്ങനെ സ്വപ്നജീവികളുടെ കഥയാണ് അവരുടെ പ്രണയം. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥ മനുഷ്യർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം വരും, അത് കുറേ നാൾ നിൽക്കും. അത് കഴിഞ്ഞാൽ ഒരു വസന്തം വരുന്ന പോലെയാണ്. വസന്തം വരുന്ന പോലെ തന്നെയാണ് പ്രണയം. ഞാൻ പ്രണയം അനുഭവിച്ച ആളാണ്, അനുഭവിക്കുന്ന ആളാണ്. വസന്തം വരുന്ന പോലെയാണ്. കാ പിടിച്ചാൽ അതെല്ലാം പൊഴിഞ്ഞു പോകും, അത്രേ ഉള്ളൂ. പിന്നെ സംഭവിക്കും, പിന്നെ പുതിയ വസന്തേ വരുള്ളൂ. അല്ലാതെ ഇവിടെ ഈ പൂ നിർത്താൻ പറ്റത്തില്ല, ഈ ഏതളും മണവും നിർത്താൻ പറ്റത്തില്ല. കാ പിടിച്ചാൽ കഴിഞ്ഞത്. ഇപ്പോൾ പുതിയ പ്രണയമേ ഉണ്ടാകത്തുള്ളൂ. അതിൽ ഒരു പ്രണയം തുടർത്താനൊക്കത്തില്ല. അത് കുറച്ച് നാൾ തുടരും, അത് കഴിഞ്ഞാൽ നിന്നു പോകും. ഈ ഇപ്പോൾ കൊച്ചിയിലൊക്കെ തന്നെ ഒരുപാട് ബ്രോത്തലുകളും അല്ലെങ്കിൽ ഈ സ്പാ റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്ററുകളൊക്കെ നടക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഒരു സോഴ്സസ് വേണം. അത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയ്ക്കും എന്നൊക്കെ ആളുകൾ പറയുമല്ലോ. ഇതിനെ ശാസ്ത്രീയമായിട്ട് നമുക്ക് വിശദീകരിക്കാം. ഒരു ശാസ്ത്രീയതയില്ല. ഇല്ല അല്ലേ? പുരുഷന്മാർക്ക് ഇഷ്ടം പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ന്യായങ്ങൾ മാത്രം പറയുന്നതേ ഉള്ളൂ. അത് പുരുഷനായിട്ടിരിക്കുന്നതിന് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇഷ്ടംപോലെ ബീജമുണ്ട് തനിക്ക്, ഒരെണ്ണമല്ലല്ലോ ഉള്ളത്. മാസം ഒരു അണ്ടം വരുന്നതാണ് സ്ത്രീകൾ. അതുകൊണ്ട് ഇഷ്ടംപോലെ ബന്ധം ഉണ്ടാക്കേണ്ട കാര്യം അവർക്കില്ല, പുരുഷന്മാർക്കല്ല. ചാകുന്നവരെ ബീജം ഉണ്ടാവില്ല. സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ തീരും. അപ്പോൾ ഇതൊക്കെ ബയോളജിയിലുള്ള വ്യത്യാസങ്ങളും കൂടെ ചേരും, അതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈംഗിക ബന്ധം രസിക്കാൻ മാത്രം ഉണ്ടായതല്ല, കുട്ടി ഉണ്ടാക്കാനുള്ള രസമാണ്. അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ രസമില്ലെന്ന് വെച്ചോ, ആര് കൊച്ചിനെ ഉണ്ടാക്കും? ആര് കൊച്ചിനെ ഉണ്ടാക്കുമെന്ന് അയാൾ വിചാരിക്കുന്നത്? ഭക്ഷണത്തിന് രുചിയില്ലെങ്കിൽ ഇയാൾ തിന്നുന്നതിനെ പറ്റി ആലോചിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് അത് പ്രകൃതിയിൽ രൂപപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ല, ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് ചെയ്യാനല്ല. അതിനകത്തൂടെ സൂത്രത്തിലെ കുട്ടിയെ ഉണ്ടാക്കി നിലനിർത്തണമെന്ന് അറിയുന്ന ജീവൻ്റെ രീതിയാണ്. അത്രയേ ഉള്ളൂ. അല്ല, ലൈംഗികത വേറെയും കൊച്ചിനെ ഉണ്ടാക്കുന്നത് വേറെ ആയിട്ടിരിക്കുകയല്ല. അപ്പോൾ ഈ പറയുന്നില്ലേ, ബോംബെയിൽ റെഡ് സ്ട്രീറ്റുകൾ ഉള്ളത് കാരണം കൊണ്ടാണ് പീഡനങ്ങളും സ്ത്രീകൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അടിസ്ഥാനരഹിതമാണല്ലോ അത്. ചുമ്മാ പറയുന്നത്.
യൂറോപ്പിലും ഒക്കെ പോയ എല്ലായിടവും ബലാത്സംഗം ഇഷ്ടം പോലെ ഉണ്ട്. നഗരങ്ങളിലെല്ലാം ഉണ്ടാവും. ആളുകൾക്ക് ആരാണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നിടത്ത് എല്ലാം ആയിട്ട് വളരെ വയലൻ്റായ സ്ഥലങ്ങളുണ്ടാകും. അതൊന്നും ഉണ്ടാകുന്ന കാര്യം കുറയുന്നൊന്നുമില്ല, നിയന്ത്രിതമാക്കാൻ പറ്റും. അതാണ് നേരത്തെ ഡ്രഗിനെ പോലെ തന്നെയാണ്. ലൈംഗിക ബന്ധത്തിൽ നിരന്തരം ഏർപ്പെടാനായിട്ട് രൂപപ്പെട്ട ഒരു ജീവിയാണ് പുരുഷന്മാരല്ല. അല്ലാതെ ഒരാളിൽ ഒതുങ്ങുന്ന ലോകമൊന്നുമല്ല. ഒരാളിൽ ഒതുക്കുന്നത് പുരുഷന്മാരെ പരസ്പരം അടിച്ച് ചാകാതിരിക്കാൻ വേണ്ടി ഒരു ടെക്നോളജി വികസിപ്പിച്ചതാണ് വിവാഹം എന്ന് പറയുന്നത്. പുരുഷനെ കുട്ടിയെ നോക്കാനായി ഉത്തരവാദിത്തപ്പെടുത്താനായിട്ട് ഏർപ്പെടുത്തിയ മെക്കാനിസമാണ് രാജാക്കന്മാർ ആരംഭിച്ചതാണ് വിവാഹം. അതുകൊണ്ടാണ് രാജാവിൻ്റെ പത്രത്തിൽ ഒപ്പിടിയിക്കേണ്ടി വരുന്നത്. അല്ല, കൊച്ചിനെ ഉണ്ടാക്കുന്നതിന് രണ്ടുപേരും തമ്മിൽ എന്തിനാണ് ഒപ്പിടുന്നത്? സാക്ഷിയെ നിർത്തുന്നത് എന്തിനാണ്? കുട്ടിയെ നോക്കത്തില്ലേ പുരുഷന്മാർ? കുട്ടിയെ നോക്കേണ്ട ആവശ്യം വന്നപ്പോഴാണ്. മറ്റേ ഗോത്രത്തിൽ കഴിയുന്ന സമയത്ത് ആവശ്യമില്ല. കാരണം എല്ലാവരുടെ ചേർന്നാണ് കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത്. കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടികളെ ഉണ്ടാക്കി വളർത്തി രാജാവിന് പട്ടാളത്തിൽ ചേർക്കാനും ജോലിക്കാരെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇടമായിട്ട് ഈ വീടുകൾ മാറിയപ്പോഴാണ് ഈ കരാറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായെന്നൊക്കെ അറിയണം, എന്നാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാതെ രണ്ടുപേര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കരാറൊന്നും ഉണ്ടാക്കണ്ട. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. കുട്ടിയെ ഉണ്ടാക്കി വളർത്തുന്നതിന് പുരുഷന്മാർ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. അവരെ തയ്യാറാക്കുന്നതിന് ഈ കുട്ടിയുടെ ഉത്തരവാദി നീ ആയത് കാരണം നീ കൊടുക്കണമെന്ന് വരുത്തുന്നതിന് കരാറുണ്ടാക്കുന്ന വഴിയാണ് സ്ത്രീകൾ ചാരിത്രവതികളാകാൻ ബാധ്യത വന്നത്. ഞാൻ വേറെ ആരുടെയും കുട്ടിയെ പ്രസവിക്കത്തില്ല എന്നുള്ള കരാറുണ്ടാക്കാമെങ്കിൽ ഞാൻ ചിലവിന് കൊടുക്കാമെന്ന് പറയുന്ന വഴിയാണ് ചാരിത്രം ഉണ്ടായത്. പുരുഷന്മാർക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ചാരിത്രവധന ഉണ്ടാകാത്തത്. പുരുഷന്മാർക്ക് എപ്പോഴെങ്കിലും ചാരിത്രം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. അതിനൊരു മെക്കാനിസം പോലും ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നവരെ എന്തോ പവിത്രമായ സാധനമൊന്നും അല്ല. അങ്ങനെ പവിത്രമായതാണ് യോനിയെങ്കിൽ പിന്നെന്താണ് എല്ലാവരും കൂടെ അത് പൂജിക്കാത്തത്? അതൊന്നും അല്ലല്ലേ. പണ്ട് യോനി പൂജ ചെയ്തിട്ടുണ്ട്, കാരണം അമ്മയാണ് കുഞ്ഞിനെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പോയി. ലിംഗം ആരാധിക്കാൻ തുടങ്ങിയ ലിംഗം കൊണ്ടാണ് കൊച്ചിനെ ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് എല്ലാവരും ലിംഗം ആരാധിക്കാൻ നടക്കുന്നത്. ഞങ്ങളാണ് ഗർഭം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല തമാശ അതൊക്കെ, അതൊന്ന് പഠിച്ചു നോക്കണം, അപ്പോഴതൊക്കെ കാണുള്ളൂ. അല്ല നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും പവിത്രമായ സാധനമൊന്നുമില്ല. ആധുനിക മനുഷ്യനാണ് മൈത്രേയൻ പറയുന്നതൊന്നും ഇപ്പോൾ മനസ്സിലായില്ല. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് മനസ്സിലാവുന്നൊക്കെ ഈ വീഡിയോസിനിടയിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒക്കെ എങ്ങനെ രണ്ടായാലും ആ കമൻറ്റുകൾ ഞാൻ സാധാരണഗതി കമൻറ്റ് വായിക്കാറില്ല. പറയുന്ന ആർഗ്യുമെൻ്റ് എനിക്കറിയാം. അതൊക്കെ ഇപ്പം ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറയുന്നവർക്കും കൂടെ ചേർന്ന് പറയുന്നെന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇത് മഹത്തായ കാര്യമാണ്, പക്ഷേ എനിക്ക് ചെയ്യാൻ വയ്യ എന്നുള്ളത്. അയാൾ വലിയ ആളാണ്, അത് കാരണം കൊണ്ട് ഞാനും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നതിനുള്ള ന്യായം പറയുന്നതാണ്. മഹാന്മാരാണ് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യത്തില്ലല്ലോ. അതിനാണ് ലൈസൻസും കൂടെ. അത് ഞാൻ നന്നാകത്തില്ല, നിങ്ങളെല്ലാം വലിയ ആളുകളാണ്, നന്നായി ജീവിച്ചു എന്ന് പറയത്തില്ല. അപ്പോൾ എനിക്കും കൂടെ സൗകര്യമാവും. അങ്ങനെ ഉത്തരവാദിത്തരഹിതമായി പറയുന്ന വരികളായിട്ടേ ഞാനതെടുക്കുള്ളൂ. ഞാനിവിടെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ, ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ആളല്ലേ. പിന്നെ എനിക്കിവിടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റാതെ? ഞങ്ങൾക്കിപ്പോൾ വയ്യ എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞത്. ഒരു അപ്രീസിയേഷൻ ആയിട്ട് പോലും ഞാൻ എടുക്കത്തില്ല. ഒരു ഇഷ്ടക്കുറവാ ആ വാചകത്തോട്. ഞാനത് ഇത് കാരണമാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യത്തില്ല എന്ന് വ്യംഗ്യമായി പറയുന്ന കാര്യമാണ്. നിങ്ങളൊരു മഹാനാണ്, നിങ്ങൾക്ക് പറ്റും, ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത്, ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുന്നതിനുള്ള വ്യംഗ്യമായ പറച്ചിൽ മാത്രമാണ്. അതൊരു അപ്രീസിയേഷനേ അല്ല. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകാത്ത ഭാഷയിലൊന്നുമല്ല ഞാൻ മിണ്ടുന്നത്. ഞാൻ പറഞ്ഞാൽ ഉടനെ മനസ്സിലാകും. ഒരു ഗഹനമായി ഒരു വാക്ക് പോലും ഞാൻ പറയുന്നില്ല, ആർക്കും മനസ്സിലാകും. മലയാളി ഏതെങ്കിലും നാട്ടിൽ നിന്ന് മലയാള ഭാഷയിൽ സംസാരിക്കുന്നതിന് മനസ്സിലാകുന്ന കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു ഗഹനതയും എൻ്റെ ഇല്ല. ഗഹനത മുഴുവൻ ഉണ്ടാകുന്നത് പറയുന്നവന് എന്താണ് അവൻ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഗഹനത ഉണ്ടാകുന്നത്. പണ്ട് മഹാന്മാർ വണ്ടിയാൽ എല്ലാം ഭയങ്കര ഗഹനമാണ്. അവർക്ക് ആ വിഷയം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഗഹനമാകുന്നത്. ആഴവും പരപ്പും ഉണ്ട്. 12 കൊല്ലം ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇയാളുടെ വീട്ടിലോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പം വല്ല ഗഹനതയുണ്ടോ? ഇല്ല.
3 വയസ്സുള്ള കുട്ടിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർക്ക് പറയുന്ന രീതിയിൽ അത് പറയണമെന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ പണിയാണ്. നമ്മുടെ മുന്നേ ഇരിക്കുന്ന ആൾക്ക് നമുക്ക് മനസ്സിലായ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയേണ്ടത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ഗഹനതയെ ആവശ്യമില്ല. നിങ്ങൾക്കറിയുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു ഗഹനത അതിലുണ്ടാകും. നിങ്ങൾക്ക് കുറേ അഭ്യൂഹങ്ങളാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഭയങ്കര ഗഹനത വരും. അത്രയേ ഉള്ളൂ. അറിയുന്ന കാര്യം പറഞ്ഞാൽ മതി. മൈത്രന് ഏറ്റവും അധികം സ്വയം കോൺഫിഡൻസ് ഉള്ളത് മൈത്രൻ്റെ ഏത് ക്വാളിറ്റിയിലാണ്? അങ്ങനെ ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അറിയുന്നത് ഗാഢമായി അറിയാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം അറിഞ്ഞു തീരുന്ന ഒരു പ്രപഞ്ചമല്ല ഇത്. അതുകൊണ്ട് നമ്മൾ എത്ര അറിവുണ്ടെന്ന് പറയുമ്പോഴും വീണ്ടും അറിയാൻ ബാധ്യത വരുന്ന തരത്തിൽ മാറുന്ന ഒരു പ്രപഞ്ചം കൂടെ. നിരന്തരം മാറുന്ന പ്രപഞ്ചമായതുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അത് നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പം നിരന്തരം പുതുക്കി ഇരിക്കുന്ന ഒരു പ്രപഞ്ചമായതുകൊണ്ട് നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഒരു വിളക്ക് കത്തിച്ച് വെക്കുമ്പം ആ വിളക്കിൻ്റെ വെളിച്ചം വീഴുന്നിടം വരെ നമുക്കറിയാം എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല പറയാൻ പറ്റും. ഇവിടെ പാമ്പില്ല എന്ന് ആ വിളക്ക് ടോർച്ചിലടിച്ചാൽ ആ വെളിച്ചം വീഴുന്നിടത്ത് പാമ്പില്ല എന്ന് പറയുന്നതിന് ഒരു സംശയിച്ച് ചിലപ്പോൾ എന്നൊക്കെ പറയാനുള്ള കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ആ വെളിച്ചത്തിനപ്പുറത്ത് അറിഞ്ഞൂടാ. അവിടേക്ക് നമ്മൾ വീണ്ടും വെളിച്ചം അടിക്കേണ്ടി വരും. എത്ര സമയം നീക്കി ഒരു ദിവസത്തിൽ പഠനത്തിനും വായനയ്ക്കും? എന്നോടൊരാൾ സംസാരിക്കുക, അതൊരു പഠനത്തിൻ്റെ രീതിയാണ്. സംസാരിക്കുന്നത് ഇപ്പോൾ ഇയാളുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുകയും പറയാനും അത് സൂക്ഷ്മമായിട്ട് ആലോചിക്കാനും ബാധ്യത വരുന്നതുകൊണ്ട് അതൊരു പഠനത്തിൻ്റെ രീതി തന്നെയാണ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16 മണിക്കൂറെങ്കിലും ഞാൻ പഠിക്കുന്നുണ്ടാകും. ഇടപെടുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത്. ഇയാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഇയാളെ പോലൊരു മനുഷ്യനാണ് പുസ്തകം. ഒരാൾ എഴുതി അയാളുടെ അനുഭവമല്ലേ അയാൾ എഴുതിയത്. പുസ്തകം എന്ന് പറയുന്നത് മറ്റു മനുഷ്യരാണ്, അല്ലാതെ പുസ്തകത്തിൽ അറിവിരിക്കുന്നല്ല. ഒരാളുടെ അനുഭവം എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതില്ല. അതുകൊണ്ട് പുസ്തകം വായിച്ചാലും ഇയാളുമായിട്ട് സംസാരിച്ചാലും ഒരേപോലെ തന്നെയാണ് അറിവുണ്ടാകും. ഈ വായനയിലെ ചോയ്സിൽ ഇപ്പോൾ ഫിക്ഷനും നോൺ ഫിക്ഷനും അങ്ങനെ ഏതെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവോ? ഫിക്ഷൻ വായിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. അനുഭവപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ലോകത്തിനെ അറിയാനുള്ള ശ്രമമാണ്. ഇമാജിനേഷനൊക്കെ എനിക്ക് തന്നെ പറ്റും. അല്ലാതെ ഇനിയും എന്താണ് ഷേക്സ്പിയർ വായിച്ച് ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നമ്മളതെല്ലാം ഇഷ്ടംപോലെ ഫിക്ഷൻ വായിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം ലോകത്തിനെ അറിയാനായിട്ട് വേണ്ടിയുള്ള വായനയേ ഉള്ളൂ. അത് തന്നെയും ഒരു പുസ്തകം മുഴുവനും കൂടെ വായിക്കുക എന്ന് പറയുന്ന രീതി ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ആ പുസ്തകം എഴുതിയ ആൾ എഴുതിയ ഒരു ലേഖനം വായിച്ചാൽ മതി, മിക്കവാറും അയാളുടെ ആ പുസ്തകത്തിൽ പറയുന്ന കിട്ടും. കാരണം ഡേറ്റ നമുക്ക് അത്ര അത്യാവശ്യമില്ല. ഡേറ്റ നമ്മുടെ കയ്യിലുമുണ്ട്. അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ ആണല്ലോ അയാൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിൽ ഡേറ്റ കിട്ടുന്ന കാലത്താണ്. മറ്റേ ഒരു പുസ്തകം എഴുതുന്ന ആൾ അയാൾ കളക്ട് ചെയ്ത ഡേറ്റയ്ക്കകത്തുള്ള ഇൻ്റർപ്രിറ്റേഷനോട് ചേർത്തിട്ടാണ് ഒരു പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഡേറ്റ ഇഷ്ടം പോലെ കിട്ടാനൊക്കുന്ന ലോകമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻ്റർപ്രിറ്റേഷൻ്റെ സാധനം മാത്രം അറിഞ്ഞാൽ മതി. വ്യത്യസ്തമായി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും കാര്യം കിട്ടിയാൽ മതി. അതുകൊണ്ട് പഴയതുപോലെ ഞാനിപ്പോൾ ഇഷ്ടം ഒരു പറഞ്ഞാൽ ഫ്രണ്ട് പേജ് തൊട്ട് അവസാനം വരെ വായിക്കുന്ന ഒരു പുസ്തകം അങ്ങനെ ആവശ്യമില്ല. അതേസമയത്ത് പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് വായിക്കുമ്പോൾ നമുക്ക് അറിയാം, ഓക്കെ ഇതിനകത്ത് എനിക്ക് അറിഞ്ഞുകൂടാത്ത മേഖലകൾ പറയുന്നുണ്ടെങ്കിൽ അത് വായിക്കും. അങ്ങനെയുള്ളൂ. കനിയോട് ഏറ്റവും അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചത്? കനിയോട് ഏറ്റവും അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചത്? 1 മാസമായി കാണും. ഫോണിനകത്ത് സംസാരിച്ചത്. അത് ഞാൻ 2 ആഴ്ച മുമ്പ് ജയശ്രീയുടെ അടുത്ത് പോയ സമയത്ത് അവളിങ്ങനെ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലുള്ള ഏതോ ഒരു എനിക്കൊന്നും ഭോപ്പാലിലോ മറ്റോ അവിടെ ഇരുന്ന് അഭിനയിക്കുന്ന അതിനെ. അപ്പം ഇങ്ങനെ സംസാരിച്ചു. ഞാൻ അവളെ ഇങ്ങനെ വിളിക്കാറൊന്നുമില്ല. അവളാണ് വല്ലപ്പോഴും വിളിക്കുന്നത്. അച്ഛൻ എന്നുള്ള രീതിയിൽ മകളുടെ സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ അന്വേഷിക്കുക അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. അവൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലേ, എല്ലാ ദിവസവും അതിനകത്തൊക്കെ എല്ലാവരും എഴുതുന്നില്ലേ, പിന്നെ നമ്മൾ പിന്നെ എന്തോ വിളിച്ച് ചോദിക്കുന്നത്. ആ എഴുതുന്ന സാധനം കാണുമ്പോൾ വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ അവർ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. പിന്നെന്തോ അത് കൂടുതലെന്തോ അറിയുന്നു.
വെറുതെ നമ്മൾ ആചാരം പോലെ വിളിക്കുന്നു എന്നുള്ളതാണ്. ആൾക്കാരെല്ലാവരും അങ്ങനെയാണ്. ഉം. രാവിലെ അമ്മയെ വിളിച്ചു, അല്ലെങ്കിൽ വൈകുന്നേരം അച്ഛനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ആചാരമാണ്. ആവശ്യത്തിന് വിളിച്ചാൽ പോരും. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവളെ വിളിക്കും, അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ടല്ലേ അവൾ, അല്ലെങ്കിൽ ഞാൻ എന്തുവാണ് ചെയ്യേണ്ടത്? ഞാൻ അവളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്നേ ചെയ്ത് കഴിഞ്ഞത്. ഇനി പരിചയമുള്ള ഒരാളെ പോലെയാണ് അവൾ. അതിന് കവിഞ്ഞെന്തോ വ്യത്യാസം? വേറൊരു വ്യക്തിയല്ലേ. നേരത്തിന് ഒരുപാട് നന്ദി. ഇനിയും സംസാരിക്കാൻ പറ്റട്ടെ. ആയിക്കോട്ടെ. താങ്ക് യു.